എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിവ്യൂ ആണ്. കണ്ണപ്പ, നീ കണ്ണപ്പ അല്ലടാ. അതായത് ഈ കണ്ണപ്പയുടെ യാത്ര കണ്ണപ്പയിൽ തുടങ്ങി, കണ്ണാപ്പയിലൂടെ കണ്ണാപ്പിയിലെത്തി, കണ്ണാപ്പിയിൽ നിന്നും വിട്ട് അതായിരുന്നു. അല്ലാതെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇത് ശരിക്കും ഒരു കാട്ടുവാസി ആണെന്നല്ലേ പറയുന്നത് ഈ കണ്ണപ്പ എന്ന് പറഞ്ഞ ശരിക്കുള്ള ക്യാരക്ടർ? ഇത്ര നേരം നമ്മൾ കണ്ടോണ്ടിരുന്നത് കാടായിരുന്നു. അല്ല, എനിക്ക് അറിയാമേല ചോദിക്കാട്ടോ. സംഭവം കാടായിരുന്നില്ല, കാട്ടവരാതായിരുന്നു കണ്ടോണ്ടിരുന്നത്. അതായത് കങ്കുവയിൽ നമ്മൾ കണ്ട ഒരു കാട്ടവരാതുണ്ടല്ലോ, കാട്ടിൽ വെച്ച് നടക്കുന്ന അപരാധം, കാട്ടപരാധം, അത് തന്നെയാണിതും. അവിടെ എത്തിയിട്ടില്ല, പക്ഷെ കങ്കുവയിലേക്ക് എത്തിയിട്ടില്ല. കങ്കുവയിൽ എന്ന് പറഞ്ഞാൽ പിന്നെ വേറൊരു കാര്യം ഉണ്ടായിരുന്നു, അത് കാട് തന്നെയായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. അല്ല, ഏതാണ്ട് അതുപോലെ തന്നെ സംഗതികൾ, അവനെ പുറത്താക്കുന്നതും കാര്യങ്ങളും. ബാഹുബലിയൊക്കെ അതേ ഓരോ സംഭവങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. ബാഹുബലി ഉണ്ട്, നമ്മുടെ കങ്കുവയുണ്ട്. അത് നല്ല മിക്സ് ചെയ്തിട്ട് വന്നിട്ട് പക്ക സീനുകൾ ഷോട്ട് വരെ ഉണ്ട്, സെയിം സാധനം വരെ. പിന്നെ വേറൊരു കാര്യം എന്താണെന്നറിയോ, ഇത് ഒരു ബാല കണ്ട ഫീലായിരുന്നു. നമ്മൾ ഈ ഉത്സവത്തിനൊക്കെ ഇരുന്ന് കാണൂലേ, ആ ചിരിയും ആ ഒരു സംസാരവും പക്ക. അതിന് കുറച്ച് എഫക്റ്റ് ഒക്കെ കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും? അജാതി സാധനം. അതായത് ഒരു ഒഴിവും കൊടുക്കരുത്, ബിജിഎമ്മും സോങ്ങും ഒക്കെ ഇട്ടിട്ട് അങ്ങോട്ട് നിറച്ചോളം എന്ന് പറഞ്ഞിട്ടുണ്ട്. വെറുതെ ഒരു നടത്തത്തിന് പോലും ഒരു ഭീകര സോങ് ഒക്കെ ഇടും, എന്നിട്ട് നമുക്ക് അതായത് എന്തോ നടക്കുന്നുണ്ട് എന്ന് തോന്നിപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം തോന്നുന്നത്. അതാണ് സത്യം. കൊടൂര പരിപാടി. എന്റെ മോനെ, എന്തായാലും ദിനേഷ് കാർത്തിക് സൂപ്പറായി അവതരിപ്പിച്ചു. ഞാൻ കരുതി ദിനേഷ് കാർത്തിക് എന്തിനാണ് ടിക്കറ്റൊക്കെ വിട്ട് സിനിമയിലൊന്നും അഭിനയിച്ചിട്ടുള്ളത്. എന്തായാലും ദിനേഷ് കാർത്തിക് ആദ്യത്തെ ഞാനടാ ഈ 3 മണിക്കൂറും ചിന്തിച്ചുകൊണ്ടിരുന്നതായിരുന്നു, എന്തിനാണ് ദിനേഷ് കാർത്തിക് ഇതിൽ അഭിനയിച്ചത്? എന്തായാലും ലാലേട്ടന്റെ കൂടെ ദിനേഷ് കാർത്തിക് അഭിനയിച്ചല്ലോ, എനിക്ക് സന്തോഷം. ഞാൻ ഇതിലിങ്ങനെ ലയിച്ചിരുന്നിട്ടേ ഞാൻ വേറെ ഒന്നിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. നമ്മള് അപരാധമായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു രീതിയിലുള്ള ആസ്വാദനം ഉണ്ടല്ലോ, അതിലേക്ക് ഞാനിങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ക്ലൈമാക്സിലേക്ക് എത്തിയപ്പോഴേക്കും ഞാൻ ശരിക്കും പക്ക അതിലേക്കായി. ഇതിൽ ഇന്നെ ഫാനാക്കിയത്, ഞാൻ കരുതിയത് ലാലേട്ടന്റെ പോർഷൻസ് ഒരുപാട് ഉണ്ടാവും കരുതി. ഭാഗ്യത്തിന് കുറച്ചുണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ആശ്വാസമുണ്ട്. പിന്നെ മാത്രല്ല, അതിൽ ഇനി മോശമായാൽ പോലും ഒരു കുഴപ്പമില്ല. നമുക്ക് എന്തായാലും ഇനി ദൃശ്യം 3 വരാനുണ്ട്. ആൾറെഡി നമുക്ക് തുടരും കിട്ടിയിട്ടുണ്ട്. അതിനിടയിൽ ഇതൊക്കെ സംഭവിച്ചു നമുക്ക് ഒരു അല്ലെങ്കിലും ഇതിനകത്ത് ലാലേട്ടന്റെ പെർഫോമൻസ് വെച്ചിട്ടൊന്നും ഒരു തേങ്ങയും പറയാനില്ല. പക്ഷെ ഉള്ള ഭാഗം മോശമാണ്, അതൊരു സത്യം. ഉള്ളതിനകത്ത് ഡയലോഗ് ഡെലിവറി സംസാരമൊക്കെ കാണുമ്പോ എന്റെ പൊന്നെ ഭയങ്കര മോശമാണ്. അയ്യോ, അതിലൊരു ഷോട്ട് ഉണ്ട്, അതായത് ഈ കിരാത എന്ന കഥാപാത്രം എന്താണെന്ന് കാണിക്കുന്ന ഒരു ഷോട്ട്, ചിരിച്ചു ചത്തു. എന്തിനാണ് ആ ഷോട്ടൊക്കെ അങ്ങനെ കാണിച്ചു വെക്കുന്നത്? ഫസ്റ്റ് അതാ കാണിക്കുന്നത്. എന്റെ പൊന്നെ, എന്തായാലും ലാലേട്ടൻ, അതായത് നമ്മള് ഭയങ്കരമായിട്ട് കൊറേ ഉണ്ടായിട്ടേ അതൊക്കെ മൊത്തം ആകെ അലമ്പാക്കിയിട്ട് നമ്മളിങ്ങനെ സൈക്കോതെ കണ്ടിരിക്കുക എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടല്ലോ, അതിലേക്ക് എത്തിയിട്ടില്ല. ഭാഗ്യത്തിന് കുറച്ച് വന്ന് പോയി. നല്ല റോളാണ്, അതായത് ആ റോള് വലിയ റോളാ. അതായത് ആ ഒരു ക്യാരക്ടറിന് കുറച്ച് പവറുണ്ട്, അത് അടിപൊളി. ആ ഒരു പവർ കാണിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അതേപോലെ തന്നെയാണ് പ്രഭാസും വന്നിട്ട് വെറുപ്പിക്കുന്ന സംഭവങ്ങളൊന്നുമില്ല. പക്ഷെ എന്തിനാ ഇവരുടെ ഒന്നും ആവശ്യമില്ലായിരുന്നു എന്നുള്ള സാധനമാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇവര് മറ്റേ ഒരു കാട്ടിൽ നടക്കുന്ന ഒരു കഥയ്ക്ക് ചെയ്യേണ്ട കോസ്റ്റ്യൂമോ അതിന്റെ കളർ ഗ്രേഡിങ്ങോ അങ്ങനത്തെ ഒരു സാധനം നമുക്ക് ആയുധങ്ങളും പിന്നെ ഇടിയൊക്കെ ഇടിക്കൂലേ, ഇടിക്കുന്നൊക്കെ അങ്ങനെ കൊണ്ടുവച്ചിട്ട് അമർത്തുക, എന്തൊക്കെ ചെയ്ത് കാണിച്ചു കൂട്ടുന്നത്. ഇത് റീൽസ് ചെയ്യുന്നവരില്ലേ, റീൽസ് ചെയ്യുന്നത് അടിപൊളിയായിട്ട് ചെയ്യും. പിന്നെ വെപ്പൺസ് ഓരോ വെപ്പൺസ് കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് ഈ ഉണ്ടാക്കി വെച്ചേക്കണേ. എന്തായാലും ഞാൻ ഇപ്പോഴും പറഞ്ഞില്ല, ഇന്ന ഫാനാക്കിയ ആള് അല്ല, അപ്പുറത്ത് വേറെ ആളുണ്ട്, പന്നറാണി. പന്നറാണിയുടെ പന്ന അഭിനയം സൂപ്പർ. എന്റെ പൊന്നേ, മറ്റേ യുദ്ധമൊക്കെ നടക്കുന്നതിന് മുന്നേ ഒരു ചർച്ചയുണ്ട്. ആ ചർച്ചയിൽ ഇങ്ങനെ ഒരു നൃത്തം, എന്നിട്ട് ഇങ്ങനെ കൈ വില കാണിക്ക. അതോ
എന്താണ് ക്യാരക്ടറിന്റെ വലിപ്പൊന്നോ അല്ലെ ആ ക്യാരക്ടറിന് കൊടുക്കേണ്ട സാധനം എന്താണോ പോലും അറിയാന്ത്. ഞാൻ അങ്ങനെ ആലോചിക്കുന്നതാ നമ്മുടെ കൊന്നുകൂനെ നമ്മുടെ ഒരു കാലഘട്ടത്തിലെ ക്രഷാണല്ലോ മധുബാല, ആളാണല്ലോ ഈ വന്ന് ചെയ്തത്. പന്നഭിനയം. കുറച്ച് പേരുകളുണ്ട് അതേപോലെ ഭയങ്കര രസകരമായിട്ടുള്ള പേരുകൾ. കേട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് തന്നെ ചിരി വരും. അഞ്ചാതി പേരുകൾ. എന്താണെങ്കിലും ചില സമയത്ത് തുടക്കത്തിലൊക്കെ ഉള്ള ഒരു സോങ്ങും പിന്നെ കാണിച്ചില്ലേ, ആ സമയത്തുള്ള സോങ് ഭയങ്കര. എനിക്ക് അത് കഴിഞ്ഞിട്ട് മറ്റേ ശിവന്റെ ശിവനെ ഭയങ്കരമായിട്ട് പൂജ ചെയ്യുന്ന ആളുണ്ടല്ലോ, അയാളെ എൻട്രി കാണിക്കുന്ന സമയത്ത് ഒരു സോങ് ഉണ്ട്. അത് ഭീകര സാധനം കേട്ടോ. അതിന്റെ ഒരു എഫക്റ്റും ഭയങ്കര. നമുക്ക് ശരിക്കും നമ്മൾ ഈ സീരിയലുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ല ഇപ്പൊ ശിവന്റെ സീരിയലാണല്ലോ അതിനല്ലാതെ സാധനത്തിനൊക്കെ. ശരിക്കേ ആ സീരിയൽ ലെവലില്, അതായത് ഇങ്ങനെയുള്ള ഭക്തി സിനിമകൾ കാണുന്ന അല്ലെങ്കിൽ ഭക്തി സീരിയലുകൾ കാണൂലേ വീട്ടിലൊക്കെ ഇരുന്നിട്ട് മുത്തശ്ശിമാരും മുത്തശ്ശന്മാരും അങ്ങനെയുള്ളവർക്ക് ഇത് ഓക്കെ ആയിരിക്കും. എന്റെ അളിയ അവര് തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് തന്നെ ഭ്രാന്താവും. നീ എന്ത് ഈ പറഞ്ഞത്? നല്ല ഒന്നാമത്തെ മഹാഭാരതം അല്ലെങ്കിൽ മറ്റുള്ള സീരിയലൊന്ന് കണ്ടു നോക്കണം. രാമായണമൊക്കെ അത് ഇതും തമ്മിലൊന്നും കമ്പയർ ചെയ്യാൻ പോലും പറ്റൂല. അതല്ല അങ്ങനെയുള്ളവർക്ക് ചിലപ്പോ ഇത് ഭയങ്കര ലാസ്റ്റ് കാണിക്കുന്ന ഭക്തിന്റെ ആ ഒരു ലെവലിലേക്ക് മതിമറന്നേക്കാം. അങ്ങനെ ചിലപ്പോ ചെയ്തേക്കാട്ടോ. പിന്നെ വേറെ കാരണം കേട്ടോ, ലാലേട്ടന്റെ പ്രഭാസിന്റെ അതും ഇവർ ഒരുമിക്കുന്ന ഒരു സിനിമ എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യമായിട്ടാണ് ലാലേട്ടന്റെ ഇത്രയും കുറവ് ആൾക്കാരില് നമ്മൾ ഫസ്റ്റ് ഷോ കാണുന്നത് അല്ലേ? ഒരു 10-20 പേര് മാക്സിമം. 20 അതും 800 ജില്ല സീറ്റുള്ള സ്ക്രീനാണ്. അതിലാണ് ആകെ. എന്നാലും നമ്മള് എൻജോയ് ചെയ്തിട്ടുണ്ട്. ലാലേട്ടന്റെ എൻട്രി ഒക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ആഘോഷിച്ചു. ലാലേട്ടന്റെ എൻട്രി ഒക്കെ ഞങ്ങൾ ആഘോഷിച്ചു. കാരണം നമ്മൾ കാണാൻ വെയിറ്റ് ചെയ്തിരുന്ന സംഭവമാണല്ലോ. അതിനാ വരവിലൊക്കെ മാസ സാധനമൊക്കെ താണല്ലോ. ഡയലോഗ് പറഞ്ഞപ്പോഴാണ് ഡയലോഗും പിന്നെ വാളിന്റെ മുകളിൽ കയറി നിൽക്കുന്ന ആ നിപ്പും പിന്നെ ലാസ്റ്റ് ഇന്റർവെല്ലിന്റെ അവിടെ എഴുതി കാണിച്ചിരിക്കുകയാണ് ആരാണിവൻ. നമുക്കും തോന്നിപ്പോയി അമ്മാതിരി കാട്ടിക്കൂട്ട. ശരത് കുമാറിന്റെ സീനിന്റെ സമയത്ത് കറക്റ്റ് മാഗധീരയിലെ മറ്റേ സാധനം പാലത്ത്. അതായത് ഈ ഒരു കൺസെപ്റ്റ് ഇവർക്ക് ഉണ്ടെങ്കിൽ ഇപ്പൊ ആ നോവൽ വായിച്ചിട്ടുണ്ടെങ്കിലും അതില് അവരത് സിനിമയ്ക്ക് വേണ്ടി അങ്ങ് മാറ്റിയപ്പോഴത്തേക്കും എന്തൊക്കെയോ ചെയ്തു വെച്ചേക്കാം. നല്ല രീതിയിൽ അവതരിപ്പിച്ച നല്ല സാധനമായിരുന്നു ഈ സാധനം. ഞങ്ങൾ ആദ്യം പറഞ്ഞത് ഈ ഒരു കണ്ടന്റ് ഭീകരം തന്നെയാണ്, പക്ഷെ അത് ചെയ്യേണ്ട രീതി ചെയ്തു. ഇത് പക്ക. ഇത് ശരിക്കും ടെലികാസ്റ്റ് ചെയ്യായിരുന്നു ഒരു 10-250 ഇത് വെച്ചിട്ട് എപ്പിസോഡ് വെച്ചിട്ട്. അല്ല സീരിയസ് ആയിട്ട് പറഞ്ഞ. പക്ഷെ ഏത് ചാനൽ എടുക്കുന്നുള്ളതാണ് അത് പറയാൻ പറ്റൂല. എന്തായാലും ഈ ശരത് കുമാറിന്റെ ആ മറ്റേ ഒരു സീനുണ്ടല്ലോ, ഇവര് തന്നെ അത് ഒരു പെണ്ണിനെ കിട്ടണമെങ്കിൽ മത്സരിക്കണം എന്ന് ഇവര് തീരുമാനിച്ചിട്ട് എന്നിട്ട് മകൻ ജയിച്ചു എന്ന് തോന്നുമ്പോ, അല്ലെങ്കിൽ മകൻ അതിനു മുൻപ് ഒരു അടി കൊണ്ടിട്ട് വീഴുന്നുണ്ട്, ആ സമയത്ത് ഒന്നും ഇടപെടാത്ത തന്ത നീ ഇവിടെ വന്ന് വെറുപ്പിക്കുന്നോ എതിരാളികളാക്കുന്നോ എന്നൊക്കെ. എതിരാളിയുടെ അതായത് യുദ്ധം ചെയ്യാൻ പറഞ്ഞ രണ്ടുപേര്, അവർ രണ്ടുപേരും മത്സരിച്ച് മറ്റേ എതിരാളിനെ അടിച്ചു വീഴ്ത്തി നിലത്തിടുമ്പോഴാണ് തന്ത ഓടി വരുന്നത്. എന്താ നീ ഇവിടെ വന്ന ആൾക്കാരെയൊക്കെ ഉപദ്രവിക്കുന്നു വെച്ചു. ഇവര് തന്നെയാണ് ഇതെല്ലാം പറഞ്ഞു കൊടുത്തത്. എന്നിട്ട് നിങ്ങൾ അങ്ങനെ, അതായത് ആ പെണ്ണിനെ നേടണമെങ്കിൽ നിങ്ങൾ തമ്മിൽ മത്സരിച്ച് ജയിക്കുന്നവർക്കാണത് നേടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അതിനു മുൻപ് മകൻ തീരേണ്ട സാഹചര്യം വന്നപ്പോ ഇടപെടാത്ത തന്ത. ഒരു വൃത്തികെട്ട തന്തല്ലേ ദിനേഷ് കാർത്തിക്. എന്തായാലും തന്തയേക്കാൾ മോശം എന്ന് പറയാൻ പറ്റൂല, മോനേക്കാൾ മോശം. അതെ. പിന്നെ ടെക്നോളജിയാ പൊളിച്ച്, അതായത് അമ്പിന്റെ വില്ലിന്റെ നടുഭാഗം ഇങ്ങനെ പൊളിഞ്ഞു. പിന്നെ ഇതൊക്കെ എങ്ങനെ സ്ക്രൂ ചെയ്ത് വെച്ചതാവോ? പിന്നെ അന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടാവാം. ടെക്നോളജിയാ. ഇവരുടെ കോസ്റ്റ്യൂമില് ചില സമയത്ത് ജീൻസിന്റെ മറ്റേ ലേഡീസ് യൂസ് ചെയ്യുന്ന ജീൻസിന്റെ ഡ്രസ്സ്, ചെരുപ്പൊക്കെ കാണണം. ഇപ്പൊ മറ്റേ ഹൈലൈറ്റ് മാളിൽ പോയുണ്ടാവും അജാതി സാധനം, മല കീടക്കാച്ചി ചെരുപ്പൊക്കെ. ഞാനെല്ലാ സാധനം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. മാലകള്, യൂസ് ചെയ്യുന്ന മാലകള്, കമ്മലുകള്, ഇതൊക്കെ ശ്രദ്ധിക്കൂലേ ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്യുമ്പോ. ഞാൻ ദിനേഷ് കാർത്തിക് അതായത് ചെറുക്കൻ ക്രിക്കറ്റില് നല്ല അടിപൊളിയായിരുന്നു. ഇവിടെ എങ്ങനെയുണ്ട് എന്തൊക്കെയാണെങ്കിലും ആന കുത്തിയാൽ പോലും നല്ല രീതിയിൽ ഒരു എക്സ്പ്രഷൻ വരാത്തൊരു
ഇതോടെ നിർത്തി. ഇനി ക്രിക്കറ്റ് തന്നെ തിരിച്ചു പോകും. പരിപാടി നടത്തി. വിഷ്ണു മഞ്ജു ഇത് മനസ്സിലാവുന്നുണ്ടോ? വിഷ്ണു മഞ്ജു കറക്റ്റ് ദിനേഷ് കാർത്തിക്കിന്റെ അതേ ലുക്ക് ഉണ്ട്. അത് പറഞ്ഞത് എക്സ്പ്രഷനും ഇല്ല. പിന്നെ എക്സ്പ്രഷൻ അല്ല, ലുക്കും അത് തന്നെ. ലുക്കും അത് തന്നെ. മുഖത്ത് ഒരു ഇപ്പൊ ഈ ക്ലൈമാക്സിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് എന്റെ പൊന്നു അതൊക്കെ സാധാരണ എനിക്ക് തോന്നുന്നു ഒരു നോർമലി ആയിട്ടൊക്കെ ചെയ്യണമെങ്കിൽ അതിന്റെ ക്ലൈമാക്സ് ഒക്കെ എന്തായിരിക്കും സംഭവമാക്കേണ്ട സാധനമായിരുന്നു. ഈ സാധനം പ്രശ്നമാണ് സത്യം. അതെ. എന്തായിരുന്നു ഡയറക്ടറുടെ പേര്? മുകേഷ് കുമാർ സിംഗ്. പൊളി. അപ്പൊ പൊളി. അപ്പൊ എന്തായാലും ചില സമയത്ത് വാട്സപ്പിലെ കുറെ ഈ ഉപദേശങ്ങൾ പോലത്തെ സാധനം ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ അതും സ്റ്റോപ്പില്ലാതെ വാരി എറിയുന്നുണ്ട്. എന്താണെങ്കിലും ഏതോ മറ്റേ ഇൻസ്റ്റാഗ്രാം അമ്മാവനാന്ന് തോന്നുന്നു എഴുതിയത്. നല്ല സാധനം എഴുതി വെച്ചേക്ക. എഴുതിയത് ഇവനാ, വിഷ്ണു മഞ്ജു. എന്നാ അടിപൊളിയായിട്ടുണ്ട്.